നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗതിയൊക്കെ ശരിയാണ്. അർജന്റീന ലോക ചാമ്പ്യന്മാരാണ്. ആ മികവ് തുടരുന്നുണ്ട്. അതും പറഞ്ഞിരിക്കാൻ ലയണൽ സ്കലോനിയും സംഘവും തയ്യാറല്ല. അടുത്ത കോപ്പ അമേരിക്ക കൂടി ചൂടണം, ആ കിരീടം കൂടി സ്വന്തമാക്കണം. അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് അവർ കടക്കുകയാണ്. ഇപ്പം മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ട്. അർജന്റീനയ്ക്ക് 2 കളികൾ ആദ്യം അവർ ചൈനയിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും പിന്നെ അത് ചൈന ക്യാൻസൽ ചെയ്തു. ഐവറി കോസ്റ്റിനെതിരെയും നൈജീരിയക്കെതിരെയുള്ള മത്സരങ്ങൾക്കൊരു വേദി തപ്പുന്ന തിരക്കിലാണ് AFA. എന്നാൽ കോപ്പ അമേരിക്കയ്ക്ക് തൊട്ട് മുമ്പ് വീണ്ടും മത്സരങ്ങൾ കളിക്കാൻ അർജന്റീന തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്ന TYC സ്പോർട്സ് ആണ്. കോപ്പ അമേരിക്കയ്ക്ക് തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ ജൂൺ മാസത്തിൽ അർജന്റീന 2 സൗഹൃദ മത്സരങ്ങൾ കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായി സന്നാഹ മത്സരങ്ങൾ എന്ന രൂപത്തിൽ കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എതിരാളികൾ ആരാണ് എന്നത് ഇനിയും തീരുമാനിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ചില പേരുകൾ AFA പരിഗണിക്കുന്നുണ്ട്. കോൺകകാഫിൽ നിന്നും കോൺമെബോളിൽ നിന്നുമുള്ള 2 ടീമുകൾക്കെതിരെയായിരിക്കും കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് കളിക്കുക എന്നാണ് TYC സ്പോർട്സിന്റെ റിപ്പോർട്ട്. TYC സ്പോർട്സ് 2 സാധ്യതാ ടീമുകളുടെ പേര് കൂടി പറയുന്നുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ അവർ പറയുന്നത് ഹോണ്ടുറാസും ഇക്കഡോറും. അതായത് കോൺകാഫിൽ നിന്നുള്ള ടീം ഹോണ്ടുറാസും അതുപോലെ ഇക്കഡോർ കോൺമെബോളിൽ നിന്നുള്ള ടീമായിട്ടുള്ള ഇക്കഡോർ. ഈ 2 ടീമുകൾക്കെതിരെ കളിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് ടീമിന് തങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ അവസാനമായിട്ടൊന്ന് വിലയിരുത്താനുള്ള അവസരമായിട്ടാണ് ഈ കളികളെ ഇപ്പോൾ AFA കാണുന്നത്. ഇത് ഫിക്സ്ഡ് ആയിട്ടില്ല. പക്ഷെ 2 കളികൾ കളിക്കും. എതിരാളികൾ ആരാണ് എന്നുള്ളതിൽ ഒരു ഫൈനൽ തീരുമാനം വരേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കോപ്പ അമേരിക്ക മത്സരമാണല്ലോ. കോപ്പ അമേരിക്ക മത്സരം എന്ന് പറയുമ്പോൾ ജൂൺ 20 അവരുടെ കളി വരുന്നുണ്ട്. അർജന്റീനയുടെ കളി വരുന്നുണ്ട്. എതിരാളികൾ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ ഓർ കാനഡ, രണ്ടാലും ഒരു ടീമായിരിക്കും. അത് ആരാണ് എന്നുള്ളത് മാർച്ച് മാസത്തിലാണ് തീരുമാനമാവുക. അർജന്റീനയുടെ അടുത്ത കളി വരുന്നത് ജൂൺ 25 ന്യൂജേഴ്സിയിൽ അർജന്റീന ചിലിക്കെതിരെ കളിക്കും. ഗ്രൂപ്പിൽ അർജന്റീനയുടെ അവസാന മത്സരം വരുന്നത് ജൂൺ 29 മയാമിയിൽ പെറുവിനെതിരെയായിരിക്കും. എന്തായാലും ഇത്തവണത്തെ കോപ്പ അമേരിക്ക ആൻഹെൽ ഡി മരിയയുടെ അവസാനത്തെ ടൂർണമെന്റാണ്. തങ്ങളുടെ കിരീട നേട്ടത്തിൽ വലിയ പങ്ക് വഹിച്ച, ലോക കിരീടം സ്വന്തമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച, തങ്ങളുടെ ലെജൻഡായിട്ട് കണക്കാക്കുന്ന ആൻഹെൽ ഡി മരിയയ്ക്ക് നല്ലൊരു യാത്രയപ്പ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അർജന്റീൻ ടീം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ കോപ്പ അമേരിക്ക മുത്തമിടാൻ അവർ ഒരിക്കൽ കൂടി കൈമൈ മറന്ന് പോരാടുമെന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.